നമുക്കറിയാം നമ്മുടെ എല്ലാ ടീച്ചേഴ്സും ഇപ്പോൾ FRS പൂർത്തീകരിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അതായത് നമ്മളെ THR സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നിർബന്ധമായിട്ടും 2-way ഓതൻറ്റിക്കേഷന് വിധേയമാക്കണമെന്നുള്ളൊരു ഉത്തരവ് പ്രകാരമാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഇത്തരത്തിൽ THR സ്വീകരിക്കുന്ന ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഒപ്പം തന്നെ 6-3 കുട്ടികൾക്കും നമ്മൾ ഈ തരത്തിൽ THR വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും മുടക്കം കൂടാതെ കൊടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ 2 ഓതൻറ്റിക്കേഷനും നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒന്ന് EKYCയും അതുപോലെ തന്നെ FRSും. ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെല്ലാം പുറകിലാണ് നമ്മൾ ഹോം വിസിറ്റ് നടത്തിയും ഗുണഭോക്താക്കൾ അംഗൻവാടിയിൽ വന്നിട്ടും അല്ലെങ്കിൽ ക്യാമ്പ് സംഘടിപ്പിച്ചും എങ്ങനെയെങ്കിലും നമുക്കിത് 100% ആക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലും കൃത്യമായി നല്ലൊരു എഫേർട്ട് എടുത്തുകൊണ്ട് ടീച്ചർമാർ മുന്നേറുന്നുണ്ടെങ്കിലും എത്രമാത്രം ചെയ്തിട്ടും 100% എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ പോഷൻ ട്രാക്കറിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ടീച്ചർമാർ അറിഞ്ഞിരിക്കണം. അല്ലാതെ എത്രത്തോളം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് 100 എന്നുള്ള ആ ഒരു ശതമാനത്തിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് തലവേദനയായി നിൽക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നുള്ളത് ഇനി അറിയുക. ആദ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആവർത്തന എൻട്രികളാണ്. നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ഒരാളുടെ തന്നെ എൻട്രികൾ പോഷൻ ട്രാക്കറിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ FRS 100% ആവാത്ത സാഹചര്യമുണ്ട്. EKYC ആണെങ്കിലും FRS ആണെങ്കിലും നമുക്ക് 100% എത്തിപ്പെടുകയില്ല. അപ്പോൾ നമുക്ക് ഈ ആവർത്തന എൻട്രികൾ പൂർണ്ണമായിട്ടും നീക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഈ ആവർത്തന എൻട്രികൾ നമ്മുടെ പോഷൻ ട്രാക്കറിലേക്ക് കടന്നുകൂടുന്നത്. ഇത് കൃത്യമായി ടീച്ചർമാരെ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ FRS ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ഓപ്ഷനുകളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മളെ അംഗൻവാടി വർക്കർ ലോഗിനിലൂടെ എൻ്റർ ചെയ്ത് THR കൊടുക്കുന്ന ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ബെനിഫിഷ്യറിയുടെ EKYCയും ഒപ്പം തന്നെ ഫോട്ടോ എടുക്കാനും ഉള്ള ഒരു ഓപ്ഷൻ വരും. അത് പ്രകാരമാണ് ടീച്ചർ ഈ സാധാരണ പോലെ അംഗൻവാടി വർക്കർ ലോഗിനിലൂടെ ഗുണഭോക്താക്കളുടെ 2-way ഓതൻറ്റിക്കേഷൻ ചെയ്ത് പൂർത്തിയാക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മളെ ഗുണഭോക്താക്കൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് സെൽഫായി, അതായത് സ്വന്തമായി അവരുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി അവരുടെ EKYCയും ഫോട്ടോ എടുക്കാനും സജ്ജമാകുന്ന ഒരു സാഹചര്യം നമ്മളുടെ പോഷൻ ട്രാക്കറിൽ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലൂടെ നമുക്ക് ഒരുപാട് പുതിയ അപേക്ഷകളായിട്ട് നമ്മുടെ ഫോണിനകത്തേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ഈ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു. അതായത് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ആയിട്ട് പുതുതായി നമ്മളെ ഗുണഭോക്താക്കൾ അറിയാതെ, അതായത് FRS ചെയ്യാൻ വേണ്ടി നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ FRS EKYC ക്ലിക്ക് ചെയ്യുന്നതിന് പകരം പുതിയൊരു ഗുണഭോക്താവായി ആഡ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷനാണ് അറിയാതെ അവർ എൻ്റർ ചെയ്ത് നമ്മളുടെ പ്രൊഫൈലിലേക്ക്, അതായത് നമ്മളെ പോഷൻ ട്രാക്കറിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് കാണുക. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്നൊരു ടാബ് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പുതിയ അപേക്ഷകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും. നിലവിൽ ഈ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പോഷൻ ട്രാക്കറിനകത്ത് കയറില്ല. അവിടെ ടീച്ചർ ഒരു ആക്ഷൻ സ്വീകരിച്ചാൽ മാത്രമാണ് പോഷൻ ട്രാക്കറിനകത്ത് ഗുണഭോക്താക്കളായിട്ട് കയറി വരുള്ളൂ. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവർ നമുക്ക് ഗുണഭോക്താക്കൾ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും അവർ വീട്ടിലിരുന്നിട്ട് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റിനായിട്ട്, അതായത് എൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ മകളൊരു ഗുണഭോക്താവാണ്, ഈ കുട്ടിയെ രജിസ്ട്രേഷൻ ഈ അംഗൻവാടിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓൺലൈനായിട്ട് ഒരു അപേക്ഷ വരികയാണ്. ആ സംവിധാനം നിങ്ങൾക്ക് അറിയാം. അത്ര റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ ടീച്ചർ അറിയാതെ അത് ഓക്കെ എന്ന് കൊടുത്താൽ, അതായത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗുണഭോക്താവായിട്ട് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് കടന്നുകൂടും. ആ സാഹചര്യത്തിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡബിൾ എൻട്രികൾ വരും. കാരണം ടീച്ചർ ഓൾറെഡി ഈ ഗുണഭോക്താവിൻ്റെ തന്നെ നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ എൻ്റർ ചെയ്ത ആളെ 2-way ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി ടീച്ചർ അവർക്ക് പേഴ്സണൽ മൊബൈലിലേക്ക് ഈ ലിങ്ക് നമ്മൾ അയച്ച ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് FRS ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. അവരറിയാതെ ആഡ് ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി അയച്ച ഒരു മിസ്റ്റേക്കായിട്ട് അയച്ച ഒരു എൻട്രിയാണത്. അത് ടീച്ചർ അറിയാതെ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡബിൾ എൻട്രി ആവും. ഇപ്പോൾ സുനന്ദ എന്ന് പറയുന്ന ഒരു ഗർഭിണിക്കാണ് നമ്മൾ അയച്ചു കൊടുത്തെങ്കിൽ അവർ വീണ്ടും സുനന്ദ എന്നുള്ള പേരിൽ ഗർഭിണി എന്നുള്ള രീതിയിൽ ന്യൂ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഡബിൾ എൻട്രി ആയി മാറും. അപ്പോൾ ഇത്തരത്തിൽ ഈ കാണുന്നതൊക്കെ ഡബിൾ എൻട്രിയാണ്. ഇവിടെ പെൻഡിങ് ലിസ്റ്റുകൾ കാണാം. ഇവിടെ ടീച്ചർ നിർബന്ധമായിട്ടും ഒരു ആക്ഷൻ എടുക്കണം. ഇത്രമാത്രം പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ചോദ്യം വരും. ഒരിക്കലും ഇത്തരത്തിലൊരു പെൻഡിങ് വെക്കാൻ പാടില്ല. ഇതെല്ലാം നിങ്ങൾ റിജക്റ്റ് ചെയ്ത് കളയുക. അതായത് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് ഓൾറെഡി ഇത്തരത്തിലുള്ള എല്ലാ ഗുണഭോക്താക്കളും ഉള്ളത് കൊണ്ട് തന്നെ
വീണ്ടും അവരെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ റിജക്റ്റ് എന്നുള്ള ബട്ടണാണ് ഓരോ എൻട്രിക്കും, അതായത് ഓരോ അപേക്ഷയ്ക്കും റിജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ഇതെല്ലാം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കണം. ഇത്തരത്തിൽ ഒഴിവാക്കിയാൽ മാത്രമാണ് നമ്മളെ ഗുണഭോക്താക്കളുടെ പട്ടികയിലേക്ക് കടക്കാതെ ഇരിക്കുകയുള്ളൂ. ഓൾറെഡി ഗുണഭോക്താക്കളുടെ പട്ടികയിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെടുക. അത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കാരണം സഹിതം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഡബിൾ എൻട്രി കയറിയത് എന്നുള്ളത് അറിയിക്കുകയാണെങ്കിൽ അതുടനെ തന്നെ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തെറ്റുകൂടാതെ അല്ലെങ്കിൽ ആവർത്തിച്ച് വരുന്ന ഇത്തരത്തിലുള്ള എൻട്രികൾ നമ്മൾ ഒഴിവാക്കണം. ഇനി അടുത്ത സാഹചര്യം കൂടെ മനസ്സിലാക്കുക, അതായത് മൈഗ്രേറ്റ് ഔട്ട്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് കുറേ കാലങ്ങളായി നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്തുണ്ട്. എന്തിനാണ് ഈ മൈഗ്രേറ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതായത് നമ്മളുടെ പരിധിയിലുള്ള ഒരു ഗുണഭോക്താക്കൾ കുറച്ച് ദിവസങ്ങൾക്ക്, ചിലപ്പോൾ ഒരാഴ്ചക്കാലമോ അല്ലെങ്കിൽ 2 ആഴ്ചക്കാലമോ നമ്മളുടെ പരിധിയിൽ നിന്നും വിട്ടു പോകുന്നുണ്ട്, മാറിപ്പോകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ എനിക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ എനിക്ക് ആവശ്യമില്ല, അതായത് ഗ്രോത്ത് മോണിറ്ററിംഗ് ആണെങ്കിലും വാക്സിനേഷൻ മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ആവശ്യമില്ല എന്ന് മാറി നിൽക്കുന്നവരെ താൽക്കാലികമായി നമ്മൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ മൈഗ്രേറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ പ്രൊഫൈലിൽ കയറി 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് മൈഗ്രേറ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ബെനിഫിഷ്യറി പട്ടികയിൽ നിന്ന് മാറിപ്പോകുമെങ്കിലും നമ്മുടെ പോർഷൻ ട്രാക്കർ എന്ന് പറയുന്ന നമ്മൾ ഈ ഡാറ്റാ ബാങ്കിൽ നിന്ന് ടീച്ചർ അംഗൻവാടിയിൽ നിന്നും പൂർണ്ണമായിട്ട് ഈ ഗുണഭോക്താവ് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. താൽക്കാലികമായിട്ടാണ് അവരെ മാറ്റി നിർത്തുന്നത്. അങ്ങനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാലും ഇവരുടെ FRS നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ 100% അച്ചീവ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ടീച്ചർമാർ താൽക്കാലികമായി മാറ്റി നിർത്തിയ ആളെ വീണ്ടും ഇൻ ചെയ്ത് FRS പൂർത്തിയാക്കി പിന്നെയും വരുന്നില്ല എങ്കിൽ ഔട്ടാക്കുക. അതായത് 1-2 ആഴ്ചക്കാലമാണ്. 1 മാസത്തിൽ കൂടുതൽ ഈ ഗുണഭോക്താവ് നമ്മളുടെ സെൻറ്ററിലോ പരിധിയിലോ ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് ഇവരെല്ലാവരെയും തന്നെ മറ്റു സെൻറ്ററിലേക്ക്, അവരാവശ്യപ്പെടുന്ന സെൻറ്ററിലേക്ക് സ്വീകരിക്കാൻ മറ്റുള്ള ടീച്ചറോട് കോൺടാക്ട് ചെയ്ത് അങ്ങോട്ട് സ്വീകരിച്ചെടുക്കാൻ പറയുക. അതൊരു അധിക ചുമതലയായിട്ടോ ബാധ്യതയായിട്ടോ നമ്മളത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതിനാണ് നമുക്ക് പോർഷൻ ട്രാക്കറിൽ ഇങ്ങനെയൊരു സംവിധാനം വന്നിട്ടുള്ളത്. അതായത് AWC മൈഗ്രേഷൻ എന്നുള്ള ഓപ്ഷൻ, മോർ ഓപ്ഷനിൽ നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ഇത് പ്രകാരം 1 മാസത്തിൽ കൂടുതൽ ബെനിഫിഷ്യറി നമ്മളുടെ പരിധിയിലില്ല, അംഗൻവാടി ഏരിയയിൽ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് സ്വീകരിച്ചെടുക്കണം. അതിന് ടീച്ചർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഗുണഭോക്താവിനും മറ്റ് സെൻറ്ററിലെ ടീച്ചർക്കും കൊടുത്ത് അതിവിടെ നിന്ന് എടുക്കണം. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ നിലവിലെ സെൻറ്ററിലെ ടീച്ചർക്ക് അവിടെ ഒരു പണിയും വരുന്നില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആധാർ സീഡിങ്ങും ഒപ്പം തന്നെ അവരുടെ മൊബൈൽ വെരിഫിക്കേഷനും പൂർത്തിയാക്കണം. നിലവിൽ ഇപ്പോഴും നിങ്ങളുടെ ഗുണഭോക്താവാണെങ്കിൽ 2-way ഓതന്റിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ ഗുണഭോക്താവല്ല എന്നുണ്ടെങ്കിൽ അത് ഏത് സെൻറ്ററിലെ ഗുണഭോക്താവാണോ ആ സെൻറ്ററിലെ ടീച്ചർക്കായിരിക്കും അവരുടെ 2-way ഓതന്റിക്കേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം. അപ്പോൾ അത് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ഇത്തരത്തിൽ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന 100%ലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും 100 മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 ആവില്ലേ? അപ്പോൾ ആ സാഹചര്യം എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈഗ്രേറ്റ് ഔട്ടിൽ പെട്ട ആളുകളെ കൂടി നമ്മൾ FRS പൂർത്തിയാക്കണം. നിലവിൽ നമ്മളുടേതല്ലാത്ത ഗുണഭോക്താക്കളാണെങ്കിൽ ഏത് സെൻറ്ററിലെയാണോ അങ്ങോട്ട് അവരെ പറഞ്ഞയക്കാനുള്ള സംവിധാനം കൂടി നമ്മൾ എടുക്കണം. അപ്പോൾ ഈ 3 സാഹചര്യങ്ങൾ കൂടി ടീച്ചർ മനസ്സിലാക്കുക. അതായത് ഡബിൾ എൻട്രി വന്നത് ഓൾറെഡി നമ്മുടെ റീ എൻട്രി ചെയ്യുമ്പോൾ വന്നിട്ടുള്ളൊരു എൻട്രി അധികമായി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സാഹചര്യം മനസ്സിലാക്കുക. ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് വഴി ഗുണഭോക്താക്കൾ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം മനസ്സിലാക്കുക. മൈഗ്രേറ്റ് ഔട്ട് എന്ന് പറയുന്ന 3 സാഹചര്യങ്ങളിലൂടെയും ഡബിൾ എൻട്രി അഥവാ ആവർത്തന എൻട്രികൾ നമ്മളെ പോർഷൻ ട്രാക്കറിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥമായി ജെന്യൂൻ ആയിട്ടുള്ള അർഹതപ്പെട്ട ആളുകളുടെ FRS എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ട നടപടികൾ ടീച്ചർ സ്വീകരിക്കുക. താങ്ക് യു.